ഹലോ ദേർ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഏറ്റവും ജനപ്രിയനായ സ്ട്രീറ്റ് ലെവൽ ഹീറോയെക്കുറിച്ചാണ്. അത് മറ്റാരുമല്ല, ഹെൽസ് കിച്ചൻ്റെ സ്വന്തം പിശാച് ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ എന്ന പുതിയ പരമ്പരയുടെ 2ാം സീസൺ പ്രീമിയർ ചെയ്ത് തുടങ്ങുന്ന ഈ സാഹചര്യത്തിൽ ഇതുവരെയുള്ള മാറ്റ് മർഡക്കിൻ്റെയും വിൽസൺ ഫിസ്കിൻ്റെയും ജീവിതകഥ ഒന്ന് ഓർമ്മിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്. നെറ്റ്ഫ്ലിക്സ് കാലഘട്ടം മുതൽ ഡിസ്നി പ്ലസിലെ ബോൺ അഗെയിൻ വരെയുള്ള ഏകദേശം 10 വർഷം നീണ്ട സംഭവങ്ങൾ നമ്മൾ ഈ ഒറ്റ വീഡിയോയിലൂടെ അറിയാൻ പോവുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ബോറടിക്കില്ല. കാരണം കേവലം ഒരു ആക്ഷൻ സീരീസ് എന്നതിലുപരി നീതിയും അനീതിയും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വഞ്ചനയുടെയും ഒരു വലിയ കഥയാണിത്. അതിനാൽ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ഹെൽസ് കിച്ചണിലെ ഇരുളടഞ്ഞ തെരുവുകളിലേക്ക് കടക്കാം. മാറ്റ് മർഡക്കിൻ്റെ കഥ തുടങ്ങുന്നത് ന്യൂയോർക്കിലെ ഹെൽസ് കിച്ചൺ എന്ന ചേരി പ്രദേശത്ത് നിന്നാണ്. ഒരു സാധാരണ കത്തോലിക്ക ബാലനായിരുന്ന മാറ്റിൻ്റെ ജീവിതം ഒരു നിമിഷം കൊണ്ട് മാറി മറിഞ്ഞു. റോഡിലൂടെ വേഗത്തിൽ വന്നൊരു ട്രക്കിൽ നിന്നും അന്ധനായ ഒരു വൃദ്ധനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മാറ്റിൻ്റെ കണ്ണുകളിലേക്ക് മാരകമായ റേഡിയോ ആക്റ്റീവ് കെമിക്കൽ പദാർത്ഥങ്ങൾ തെറിക്കുന്നത്. ആ അപകടത്തിൽ മാറ്റിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു. എന്നാൽ 9ാം വയസ്സിൽ ഇങ്ങനൊരു ദുർവിധി നേരിടേണ്ടി വന്നപ്പോൾ പ്രകൃതി അവന് മറ്റൊരു വരം നൽകി. കാഴ്ച പോയതോടെ അവൻ്റെ മറ്റിന്ദ്രിയങ്ങൾ സാധാരണ മനുഷ്യർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധം ശക്തമായി മാറി. ശബ്ദങ്ങൾ കൊണ്ട് ചുറ്റുമുള്ള ലോകത്തെ ഒരു റഡാർ പോലെ കാണാനുള്ള കഴിവ് അവന് ലഭിച്ചു. അവൻ്റെ സെൻസുകളെല്ലാം എൻഹാൻസ്ഡായി. ഒരാളുടെ ഹൃദയമെടുപ്പ് കേട്ട് അയാൾ കള്ളം പറയുകയാണോ എന്നുപോലും തിരിച്ചറിയാൻ മാറ്റിന് സാധിക്കും. മാറ്റിൻ്റെ അച്ഛൻ ജാക്ക് മർഡക്ക് ഒരു ബോക്സറായിരുന്നു. തൻ്റെ മകൻ പണമില്ലാതെ കഷ്ടപ്പെടരുത് എന്നും ബുദ്ധി കൊണ്ട് വളരണമെന്ന് ആഗ്രഹിച്ച അച്ഛനായിരുന്നു അദ്ദേഹം. പക്ഷേ മാറ്റിൻ്റെ അച്ഛനെ ഗുണ്ടകൾ കൊലപ്പെടുത്തിയോടെ അവൻ അനാഥനായി. പിന്നീടുള്ള അവൻ്റെ ജീവിതം ഒരു അനാഥാലയത്തിലായിരുന്നു. ആ ഓർഫനേജിൽ വെച്ച് അവൻ സ്റ്റിക്ക് എന്ന അന്ധനായ ഒരു ഗുരുവിനെ കണ്ടുമുട്ടി. മാറ്റിൻ്റെ അമാനുഷിക ശക്തികളെ എങ്ങനെ നിയന്ത്രിക്കണമെന്നും എങ്ങനെ പോരാടാമെന്നും സ്റ്റിക്ക് അവനെ പഠിപ്പിച്ചു. കൂടുതൽ അറ്റാച്ച്ഡ് ആവാൻ തുടങ്ങിയതോടെ സ്റ്റിക്ക് അവൻ വിട്ട് പോവുകയും ചെയ്തു. പിന്നീട് കൊളംബിയ ലോ സ്കൂളിൽ പഠിക്കുമ്പോൾ അവൻ തൻ്റെ ഉറ്റ സുഹൃത്തായ ഫോഗി നെൽസനെ പരിചയപ്പെട്ടു. ഇരുവരും ചേർന്ന് പാവപ്പെട്ടവർക്ക് വേണ്ടി പോരാടുന്ന മർഡോക്ക് ആൻഡ് നെൽസൺ എന്ന ലോ ഫേം ആരംഭിച്ചു. അവിടെ നിന്നാണ് ഡെയർഡെവിൾ എന്ന വിജിലാൻറ്റിക്കായുള്ള മാറ്റിൻ്റെ യാത്ര ആരംഭിക്കുന്നത്. രാത്രിയിൽ ഒരു കറുത്ത തുണി കൊണ്ട് മുഖം മറച്ച് തെളിവിലിറങ്ങുന്ന മാറ്റ് നിയമത്തിന് എത്തിപ്പിടിക്കാൻ കഴിയാത്ത കുറ്റവാളികളെ സ്വന്തം കൈക്കരുത്തുകൊണ്ട് നേരിട്ടു. കോളേജിൽ പഠിക്കുന്ന കാലത്ത് മാറ്റിന് പ്രണയം തോന്നിയൊരു പെൺകുട്ടി ഇലക്ട്ര നാച്ചിയോ. ഒരു പ്രത്യേക സ്വഭാവമുള്ള അവൾക്കും മാറ്റിനോട് ഇഷ്ടം തോന്നി ക്ലാസ് കീപ്പ് ചെയ്ത് നടന്ന് അവൻ്റെ അച്ഛനെ കൊന്ന ഗുണ്ടയെ പിടിച്ച് മുന്നിൽ കൊണ്ടെത്തിക്കുക വരെ ചെയ്തു, പ്രതികാരം ചെയ്യാനായിട്ട്. എന്നാൽ കൊല്ലാനുള്ള വിധി മനുഷ്യരുടെ കയ്യിലല്ലെന്ന് വിശ്വസിച്ച മാറ്റ് അതിന് തയ്യാറായില്ല. പകരം ഇലക്ട്ര ഗുണ്ടയെ കൊന്ന് ഒളിവിൽ പോവുകയും ചെയ്തു. അത് മാറ്റിന് വേദന ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു. മർഡോക്ക് ആൻഡ് നെൽസൺ ലോ ഫേമിൻ്റെ ആദ്യത്തെ ക്ലയൻറ്റ് കാരൻ പേജ് എന്ന ധീരയ ഒരു യുവതിയായിരുന്നു. അവർ ചില ഉന്നതരുടെ ഷെയ്ഡി ഡീലിങ്ങിനെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയതായിരുന്നു. മാറ്റിൻ്റെ രഹസ്യമായിട്ടുള്ള വിജിലാൻറ്റി പരിപാടിയിലൂടെ കാരൻ്റെ നിരപരാധിത്വം മനസ്സിലാക്കി അത് വെച്ച് വാദിച്ച് അവളെ ക്ലിയറാക്കി. അങ്ങനെ മാറ്റിനും ഫോയ്ക്കുമൊപ്പം കാരൻ പേജ് എന്ന ധീരയ യുവതിയും ഈ പോരാട്ടത്തിൽ പങ്കുചേർന്നു. ഇതിനിടയിലാണ് ഈ ഹെൽസ് കിച്ചണായ നഗരത്തെ പൂർണ്ണമായും തൻ്റെ കാൽക്കീഴിലാക്കാൻ ശ്രമിക്കുന്ന വിൽസൺ ഫിസ്ക് എന്ന കിങ് പിന്നിനെ മാറ്റ് തിരിച്ചറിയുന്നത്. ഫിസ്ക് വെറുമൊരു ഗുണ്ടയല്ലായിരുന്നു, മറിച്ച് പണവും സ്വാധീനവും ഉപയോഗിച്ച് പോലീസിനെയും വക്കീലിനെയും രാഷ്ട്രീയക്കാരെയും വിലക്കെടുത്ത ഒരു കരുത്തനായിരുന്നു. സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് അവർ ഫിസ്കിനെതിരെയുള്ള തെളിവുകൾ ശേഖരിച്ചത്. ഒടുവിൽ മെൽവിൻ പോട്ടർ എന്നൊരാൾ നിർമ്മിച്ച് നൽകിയ ചുവന്ന ബോഡി ആർമർ ധരിച്ച് ഡെയർഡെവിളായി മാറിയ മാറ്റ് ഫിസ്കിനെ നേരിടുകയും അവനെ നിയമത്തിന് മുന്നിലെത്തിച്ച് ജയിലിലടയ്ക്കുകയും ചെയ്തു. ഫിസ്ക് ജയിലിലായെങ്കിലും ഹെൽസ് കിച്ചണിലെ അസമാധാനം അധികകാലം നീണ്ടു നിന്നില്ല. പുതിയൊരു ഭീഷണി നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അതാണ് ഫ്രാങ്ക് കാസിൽ അഥവാ ദ പണിഷർ. കുറ്റവാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കുന്നതിൽ വിശ്വസിക്കുന്ന മാറ്റ് മർഡക്കിൽ നിന്നും വ്യത്യസ്തമായി അവരെ കാണുന്ന നിമിഷം തന്നെ കൊന്നു തള്ളുന്നതായിരുന്നു ഫ്രാങ്കിൻ്റെ രീതി. ഒരു പട്ടാളക്കാരനായിരുന്ന ഫ്രാങ്കിന് തൻ്റെ ഭാര്യയും മക്കളെയും ഒരു ഗ്യാങ് വാറിൽ നഷ്ടപ്പെട്ടതാണ് അവനൊരു കൊലയാളിയാക്കി മാറ്റിയത്. നീതിയും പ്രതികാരവും തമ്മിലുള്ള ആ വലിയ തർക്കമാണ് ഡെയർഡെവിൾ സീസൺ 2 പ്രധാന ആകർഷണം. മാറ്റ് ഫ്രാങ്കിനെ നേരിട്ടപ്പോൾ അവൻ നേരിട്ടത് തൻ്റെ തന്നെ മറ്റൊരു രൂപത്തെയായിരുന്നു. കുറ്റവാളികളെ വെറുതെ വിടുന്നത് കൂടുതൽ നിരപരാധികളുടെ മരണത്തിന് കാരണമാകുമെന്ന് ഫ്രാങ്ക് വാദിച്ചു. നീ അവരെ തല്ലുന്നു, അവർ വീണ്ടും വരുന്നു, പക്ഷെ ഞാൻ അവരെ തീർക്കുന്നു, അവരൊരിക്കലും തിരിച്ചു വരില്ല എന്ന ഫ്രാങ്കിൻ്റെ വാക്കുകൾ മാറ്റിനെ വല്ലാതെ ചിന്തിപ്പിച്ചു. ഒരാളുടെ ജീവനെടുക്കാൻ ആർക്കും അവകാശമില്ലെന്ന മാറ്റിൻ്റെ ക്രിസ്തീയ വിശ്വാസവും നിലപാടും അവർക്കിടയിൽ വലിയൊരു സംഘർഷത്തിന് വഴിമാറി. പണിഷർ നഗരത്തിലെ റഷ്യൻ ഐറിഷ് ഗ്യാങ്ങുകളെ ഓരോന്നായി ഇല്ലാതാക്കി. ഒടുവിൽ മാറ്റ് അവനെ പിടികൂടി കോടതിയിലെത്തിച്ചു. പീപ്പിൾ വേഴ്സസ് ഫ്രാങ്ക് കാസിൽ എന്ന ആ വിഖ്യാതമായ കോടതി കേസ് മാറ്റിൻ്റെയും ഫോഗിയുടെയും കരിയറിലെ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു. കോടതി കേസുകൾക്കിടയിലാണ് മാറ്റിൻ്റെ പഴയ കാമുകി ഇലക്ട്ര നാച്ചിയോസ് തിരിച്ചെത്തുന്നത്. ദ ഹാൻഡ് എന്ന പുരാതനമായ ഒരു നിഞ്ച സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് അവൾ മാറ്റിന് നൽകിയത്. അമരത്വം, ഇമ്മോർട്ടാലിറ്റിക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരായ ഈ സംഘത്തിനെതിരെയാണ് സ്പൈഡർമാൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്നതായി ബ്രാൻഡ് ന്യൂയുടെ ട്രെയിലറിൽ നമ്മൾ കാണുന്നത്.
ഹാൻഡിനെ നേടുന്നതിനിടയിൽ മാറ്റിന് തൻ്റെ പ്രണയിനിയായ ഇലക്ട്രയെ വീണ്ടും നഷ്ടപ്പെടേണ്ടി വന്നു. അവളുടെ മരണം മാറ്റിനെ മാനസികമായി തകർത്തു കളഞ്ഞു. ഇലക്ട്ര യഥാർത്ഥത്തിൽ ഹാൻഡിൻ്റെ ആയുധമായ ബ്ലാക്ക് സ്കൈ ആണെന്ന് അവർ പിന്നീട് തിരിച്ചറിയുന്നു. ഈ സംഭവങ്ങൾ മാറ്റിൻ്റെ സുഹൃത്തുക്കളുമായുള്ള ബന്ധത്തെയും ബാധിച്ചു. മാറ്റിൻ്റെ ഇരട്ട ജീവിതം പോഗിയെയും കാരനെയും വലിയ അപകടത്തിലാക്കി. ഒരു വക്കീലായും ഒരു ഹീറോയും ഒരേ സമയം ജീവിക്കാൻ ശ്രമിച്ചപ്പോൾ അവന് പ്രിയപ്പെട്ട പലതും നഷ്ടപ്പെടാൻ തുടങ്ങി. ഹെൽസ് കിച്ചണിലെ തെരുവുകൾ പഴയതിലും ഭീകരമായി മാറിക്കൊണ്ടിരുന്നു. ഫ്രാങ്ക് കാസിൽ ഒടുവിൽ ജയിലിലെത്തിയെങ്കിലും അവിടെ വെച്ച് അവൻ വിൽസൺ ഫിസ്കിനെ കാണുന്നു. അങ്ങനെ ജയിലിനുള്ളിലിരുന്ന് തന്നെ ഫിസ്ക് നഗരം നിയന്ത്രിക്കുന്നുണ്ടെന്ന് മാറ്റ് മനസ്സിലാക്കി. ഹാൻഡ് എന്ന സംഘടന നഗരത്തിന് വലിയൊരു ഭീഷണിയെ വളർന്നതോടെയാണ് മാറ്റിന് മറ്റ് ഹീറോകളുടെ സഹായം നേരിടേണ്ടി വന്നത്. ഹെൽസ് കിച്ചണിലെയും ന്യൂയോർക്കിലെയും അവസ്ഥ അതീവ ഗുരുതരമായി മാറി. ദ ഹാൻഡ് എന്ന സംഘടന നഗരത്തിന് താഴെ വലിയൊരു കുഴി കുഴിച്ച് എന്തോ ഒന്ന് തിരയുകയായിരുന്നു. ഈ ഭീഷണി നേരിടാൻ ഡെയർഡെവിളിന് ഒറ്റയ്ക്ക് കഴിയില്ലായിരുന്നു. അങ്ങനെയാണ് ചരിത്രത്തിൽ ആദ്യമായി ന്യൂയോർക്കിലെ സ്ട്രീറ്റ് ഹീറോകൾ ഒന്നിക്കുന്നത്. അതിമാനുഷിക ശക്തിയുള്ള ജെസിക്ക ജോൺസ്, വെടിയുണ്ടകൾ ഏൽക്കാത്ത ലൂക്ക് കേജ്, മുഷ്ടിയിൽ അമാനുഷികമായ ഊർജ്ജമുള്ള അയൺ ഫിസ്റ്റ് അഥവാ ഡാനി റാൻഡ് എന്നിവർക്കൊപ്പം മാറ്റ് മർഡോക്കും ചേർന്നു. ഇവർ 4 പേരെയും ചേർത്ത് ലോകം ഡിഫൻഡേഴ്സ് എന്ന് വിളിച്ചു, ദ ഡിഫൻഡേഴ്സ്. ഇവരുടെ പോരാട്ടം ഹാൻഡിൻ്റെ 5 നേതാക്കളായ 5 ഫിംഗേഴ്സ് എന്നറിയപ്പെടുന്ന അലക്സാണ്ട്ര, മേഡം ഗാവോ തുടങ്ങിയവർക്കെതിരെയായിരുന്നു. ദ ഹാൻഡ് മരിച്ചുപോയ ഇലക്ട്രയെ പുനരുജ്ജീവിപ്പിച്ചു. എന്നാൽ അവളപ്പോൾ ഒരു ആയുധം മാത്രമായിരുന്നു, മാറ്റിനെ പോലും തിരിച്ചറിയാത്ത ഒരു കൊലയാളി. മിഡ്ലാൻഡ് സർക്കിൾ എന്ന കെട്ടിടത്തിന് താഴെ നടന്ന അവസാന പോരാട്ടത്തിൽ ഹാൻഡിനെ നശിപ്പിക്കാൻ ആ കെട്ടിടം തകർക്കാൻ അവർ തീരുമാനിച്ചു. എല്ലാവരും രക്ഷപ്പെട്ടെങ്കിലും മാറ്റ് അവിടെ തന്നെ നിന്നു. ഇലക്ട്രയെ രക്ഷിക്കാനോ അതോ അവളോടൊപ്പം മരിക്കാനോ ആയിരുന്നു അവൻ്റെ തീരുമാനം. കെട്ടിടം തകർന്നു വീണതോടെ മാറ്റ് മർഡോക്ക് മരിച്ചുവെന്ന് ലോകം വിശ്വസിച്ചു. പോഗിയും ആ വാർത്ത കേട്ട് തകർന്നുപോയി. പക്ഷേ സത്യം മറ്റൊന്നായിരുന്നു. മാറ്റ് മർഡോക്ക് മരിച്ചിരുന്നില്ല. ഗുരുതരമായി പരിക്കേറ്റ മാറ്റിനെ മാഗി എന്ന സിസ്റ്റർ രക്ഷപ്പെടുത്തി. പണ്ട് മാറ്റ് വളർന്ന അനാഥാലയത്തിലുള്ള ഇവരാകട്ടെ താൻ ഉപേക്ഷിച്ചുപോയ തൻ്റെ അമ്മയായിരുന്നു എന്ന് മാറ്റ് പിന്നീട് തിരിച്ചറിഞ്ഞു. ഈ സമയത്താണ് മാറ്റിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഉണ്ടാകുന്നത്, വിൽസൺ ഫിസ്കിൻ്റെ തിരിച്ചുവരവ്. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ഫിസ്ക് FBI ഏജൻറ്റുകളെ തൻ്റെ സ്വാധീനത്തിലേക്കാക്കി നഗരത്തിൻ്റെ നിയന്ത്രണം വീണ്ടും ഏറ്റെടുത്തു. മാറ്റിൻ്റെ ജീവിതം ഫിസ്ക് നരകതുല്യമാക്കി മാറ്റി. അവൻ്റെ വക്കീൽ ജോലി നഷ്ടപ്പെട്ടു, പണമില്ലാതായി, താമസിച്ചിരുന്ന വീട് പോലും തകർക്കപ്പെട്ടു. ഈ തകർച്ചയിൽ നിന്നാണ് ബോൺ അഗെയിൻ എന്ന യഥാർത്ഥ പോരാട്ടം തുടങ്ങുന്നത്. ഫിസ്ക് ഒരു പടി കൂടി കടന്ന് ഡെക്സ് AKA ബുൾസൈ എന്ന അസാമാന്യ ലക്ഷ്യബോധമുള്ള ഒരു സൈക്കോപാതിക് കൊലയാളിയെ തൻ്റെ ആയുധമാക്കി മാറ്റി. ഡെക്സ് ഡെയർഡെവിളിൻ്റെ വേഷം ധരിച്ച് നിരപരാധികളെ കൊല്ലാൻ തുടങ്ങി. ഡെയർഡെവിൾ ഒരു കൊലയാളിയാണെന്ന് ലോകം വിശ്വസിച്ചു. അങ്ങനെ മാറ്റിന് ഫിസ്കിനെതിരെ മാത്രമല്ല സ്വന്തം പ്രതിച്ഛായയ്ക്ക് വേണ്ടിയും പോരാടേണ്ടി വന്നു. ഡെക്സ് എന്തായാലും വൈകാതെ ലോക്കാവുകയും ചെയ്തു. താൻ വിശ്വസിക്കുന്ന നിയമവ്യവസ്ഥിതി പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ മാറ്റ് ഫിസ്കിനെ വധിക്കാൻ തീരുമാനിച്ചു. എന്നാൽ തൻ്റെ ഉള്ളിലെ നന്മ കൈവിടാത്ത മാറ്റ് ഫിസ്കിനെ വീണ്ടും നിയമത്തിന് മുന്നിലെത്തിച്ചു. ഭാര്യ വനേസയെ ജയിലിലടയ്ക്കാതിരിക്കാൻ ഫിസ്ക് മാറ്റിനോട് ഒരു കരാറിൽ ഏർപ്പെട്ടു. അവനിനി ഒരിക്കലും നഗരത്തിന് ഉപദ്രവം ഉണ്ടാക്കില്ലെന്നും മാറ്റിനെയും സുഹൃത്തുക്കളുടെയും രഹസ്യം വെളിപ്പെടുത്തില്ലെന്നും വാഗ്ദാനം നൽകി. താനോസിൻ്റെ സ്നാപ്പിനു ശേഷം ലോകത്തിൻ്റെ പകുതി ജനസംഖ്യ അപ്രത്യക്ഷമായപ്പോൾ ഹെൽസ് കിച്ചണിലെയും അവസ്ഥ മാറി മറിഞ്ഞു. ഈ 5 വർഷക്കാലം വിൽസൺ ഫിസ്കിന് തൻ്റെ സാമ്രാജ്യം വീണ്ടും കെട്ടിപ്പടുക്കാനുള്ള സുവർണാവസരമായിരുന്നു. നിയമപാലകരും സൂപ്പർ ഹീറോകളും കുറവായ ആ സമയത്ത് ഫിസ്ക് നഗരത്തിൻ്റെ രക്ഷകനായി സ്വയം അവതരിച്ചു. ട്രാക്ക് സൂട്ട് മാഫിയ പോലുള്ള ഗുണ്ടാ സംഘങ്ങളെ ഉപയോഗിച്ച് അവൻ അധികാരം ഉറപ്പിച്ചു. ഈ സമയത്താണ് അവൾ മായ ലോപ്പസ് എന്ന പെൺകുട്ടിയെ തൻ്റെ ദത്തുപുത്രിയെ വളർത്തുന്നത്. മായ ലോപ്പസ് എന്നത് എക്കോയാണ്. മായയുടെ അച്ഛനെ കൊലപ്പെടുത്തിയത് ഹോക്കോയായ ക്ലിൻ ബർട്ടനാണെന്ന് ഫിസ്ക് അവളെ വിശ്വസിപ്പിച്ചു. എന്നാൽ ഫിസ്ക് ആയിരുന്നു അതിൻ്റെ പിന്നിലെന്ന് സത്യം പുറത്തു വന്നപ്പോൾ മായ അയാൾക്ക് നേരെ വെടിയുതിർത്തു. ഫിസ്ക് മരിച്ചു എന്നെല്ലാവരും കരുതിയെങ്കിലും അതിമാനുഷികമായ അതിജീവന ശേഷിയുള്ള അവൻ വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ വീണ്ടും തിരിച്ചെത്തിയപ്പോൾ ഇത്തവണ അവൻ ലക്ഷ്യം വെച്ചത് മറഞ്ഞിരുന്ന് ഭരിക്കാനല്ല, മറിച്ച് ന്യൂയോർക്കിൻ്റെ ഔദ്യോഗിക ഭരണാധികാരിയാകാനാണ്. ജനങ്ങളുടെ ഭയത്തെയും അരക്ഷിതാവസ്ഥയും ചൂഷണം ചെയ്തുകൊണ്ട് ഫിസ്ക് മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. ഈ മാറ്റങ്ങൾക്കിടയിലാണ് മാറ്റ് മർഡോക്കിനെ നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണുന്നത്. പീറ്റർ പാർക്കർ മിസ്റ്റീരിയെ കൊന്നു എന്ന ആരോപണം നേരിട്ടപ്പോൾ അവന് സഹായിക്കാനെത്തിയത് ഹെൽസ് കിച്ചണിലെ ഏറ്റവും മികച്ച വക്കീലായ മാറ്റ് മർഡോക്ക് ആയിരുന്നു. ഹാപ്പി ഹോഗൻ്റെ വീട്ടിൽ വെച്ച് തനിക്ക് നേരെ വന്ന കല്ല് കാണാതെ തന്നെ പിടിച്ചുകൊണ്ട് മാറ്റ് തൻ്റെ അമാനുഷിക വിശേഷികൾ ചെറുതായി സൂചിപ്പിച്ചു. ഞാനൊരു നല്ല വക്കീലാണ് എന്ന മാറ്റിൻ്റെ ഡയലോഗ് ഫാൻസ് ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. പിന്നീട് നമ്മൾ മാറ്റിനെ കാണുന്നത് ലോസ് ആഞ്ചൽസിലാണ്. അവിടെ വെച്ച് അവൻ ജെനിഫർ വോൾട്ടേഴ്സിനെ പരിചയപ്പെടുന്നു, ഷീഹൾക്കുമായുള്ള മാറ്റിൻ്റെ ബന്ധം തികച്ചും വ്യത്യസ്തമായിരുന്നു. അവിടെ അവൻ തൻ്റെ പുതിയ മഞ്ഞയും ചുവപ്പും കലർന്ന കോസ്റ്റ്യൂം ധരിച്ച് ഷീഹൾക്കിനൊപ്പം പോരാടി. പിന്നീട് എക്കോ ആയ മായ ലോപ്പസിനെ പിന്തുടർന്ന് മാറ്റെത്തിയപ്പോൾ ഫിസ്കിൻ്റെ സാമ്രാജ്യം എത്രത്തോളം വളർന്നു എന്നവൻ മനസ്സിലാക്കി. ഈ യാത്രകളെല്ലാം മാറ്റ് ഒരു കാര്യം തിരിച്ചറിഞ്ഞു: വരാനിരിക്കുന്ന പോരാട്ടം വെറുമൊരു തെരുവ് യുദ്ധമല്ല, മറിച്ച് സിസ്റ്റത്തിനകത്തു നിന്നുള്ള വലിയൊരു പോരാട്ടമായിരിക്കും. ഫിസ്ക് മേയറാകുന്നതോടെ ഡെയർഡെവിളിനെ പോലുള്ള വിജിലാൻറ്റുകളെ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുമെന്ന് മാറ്റ് ഭയപ്പെട്ടു. വിൽസൺ ഫിസ്ക് ഒടുവിൽ ന്യൂയോർക്കിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു കുറ്റവാളി എന്ന നിലയിൽ നിന്നും നഗരത്തിൻ്റെ പരമാധികാരി എന്ന നിലയിലേക്കുള്ള അവൻ്റെ വളർച്ച ഭയാനകമായിരുന്നു. അധികാരമേറ്റയുടൻ ഫിസ്ക് പ്രഖ്യാപിച്ചത് ആൻറ്റി വിജിലാൻറ്റി ലോ ആണ്.
മാസ്ക് ധരിച്ച് നീതി നടപ്പിലാക്കാൻ ഇറങ്ങുന്നവരെല്ലാം ക്രിമിനലുകളാണെന്നും അവരെ കണ്ടാലുടൻ വെടിവെക്കണമെന്നും അവൻ പോലീസിന് നിർദ്ദേശം നൽകി. ഇതിനായി അവനൊരു പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ തന്നെ രൂപീകരിച്ചു. ഈ നിയമം ഡെയർഡെവിളിനെ മാത്രമല്ല സ്പൈഡർമാനെയും പണിഷറേയും പോലുള്ള എല്ലാവരെയും ബാധിച്ചു. മാറ്റ് മർഡോക്കിന് തൻ്റെ വക്കീൽ കുപ്പായം ധരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായി. ഫിസ്ക് നഗരത്തിലെ പോലീസ് സേനയും മാധ്യമങ്ങളെയും തൻ്റെ പരിധിയിലാക്കി. ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്താൻ അവൻ മ്യൂസ് എന്ന നിഗൂഢനായ കൊലയാളിയെ ഉപയോഗിച്ചു എന്നുപോലും സംശയങ്ങൾ ഉയർന്നു. രക്തം കൊണ്ട് ചോർച്ചിത്രങ്ങൾ വരയ്ക്കുന്ന മ്യൂസ് നഗരത്തെ ഒന്നാകെ ഉറപ്പിച്ചു. ഈ സമയത്താണ് ഹെക്ടർ അഥവാ വൈറ്റ് ടൈഗർ എന്ന ഹീറോയെ ഫിസ്കിൻ്റെ പോലീസ് പിടികൂടുന്നത്. മാറ്റ് അയാൾക്ക് വേണ്ടി കോടതിയിൽ വാദിച്ചു. പക്ഷേ നിയമവ്യവസ്ഥിതി ഫിസ്കിൻ്റെ കൈപ്പടയിലാണെന്ന് മാറ്റ് വേദനയോടെ തിരിച്ചറിഞ്ഞു. കോടതിയിൽ നിന്നും പുറത്തിറങ്ങിയ വൈറ്റ് ടൈഗറെ പോലീസുകാർ തന്നെ വെടിവെച്ച് കൊലപ്പെടുത്തി. ഇത് മാറ്റിനെ വല്ലാതെ തളർത്തി. എന്നാൽ ഇതിലും വലിയൊരു ദുരന്തം മാറ്റിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ഡെക്സ് ബുൾസായി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഫിസ്കിനോടുള്ള പ്രതികാരം തീർക്കാൻ അവൻ ലക്ഷ്യം വെച്ചത് അയാളെ മാത്രമല്ല മാറ്റിനെയും കൂടിയായിരുന്നു. ഒരു രാത്രിയിൽ മാറ്റും ഫോഗിയും കാരനും കൂടി നടന്നു പോകുന്നതിനിടയിൽ ഡെക്സ് അവർക്ക് നേരെ വെടിയുതിർത്തു. മാറ്റിൻ്റെ കൺമുന്നിൽ വെച്ച് ഫോഗി നെൽസനെ വെടിയേറ്റു. തൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ ഹൃദയമിടിപ്പ് നിലയ്ക്കുന്നത് കേട്ട് മാറ്റ് നിയന്ത്രണം വിട്ടു. ഡെയർഡെവിൾ എന്ന നിലയിൽ താൻ പാലിച്ചു പോകുന്ന എല്ലാ തത്വങ്ങളും ലംഘിക്കാൻ അവൻ തയ്യാറായി. മാറ്റ് ഡെക്സിനെ പിന്തുടർന്ന് പിടികൂടി. ആ ക്രൂരമായ പോരാട്ടത്തിനൊടുവിൽ മാറ്റ് ഡെക്സിനെ ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്ക് എറിഞ്ഞു. ഫോഗിയുടെ മരണം മാറ്റിനെ പൂർണ്ണമായും ഒരു ഏകാഗിയാക്കി മാറ്റി. തൻ്റെ ഇരട്ട ജീവിതം കാരണമാണ് തൻ്റെ സുഹൃത്ത് മരിച്ചതെന്ന് മാറ്റ് വിശ്വസിച്ചു. അങ്ങനെ തൻ്റെ സ്യൂട്ട് കത്തിച്ചു കളയാൻ തീരുമാനിച്ചെങ്കിലും പക്ഷേ ഫ്രാങ്ക് കാസിൽ അഥവാ പണിഷർ വീണ്ടും മാറ്റിന് മുന്നിലെത്തി. ഫിസ്ക് ഇങ്ങനെ നഗരം നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്മാറുന്നത് ഭീരുത്വമാണെന്ന് ഫ്രാങ്ക് അവനെ ഓർമ്മിപ്പിച്ചു. നീതിക്ക് വേണ്ടി ഇനിയും രക്തം ചീന്തേണ്ടി വരുമെന്ന് ഫ്രാങ്ക് പറഞ്ഞു. അങ്ങനെ മാറ്റ് തൻ്റെ ആ പഴയ കറുത്ത വസ്ത്രം വീണ്ടും അണിഞ്ഞു. ഇത്തവണ അവന് വക്കീലെന്ന നിലയിലുള്ള നിയമങ്ങളിലല്ല വധിക്കാനുള്ള കരുത്തുമായാണ് ഇറങ്ങിത്തിരിച്ചത്. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ബോൺ അഗെയിൻ 2ാം സീസണിന് വേണ്ടിയാണ്. ഫോഗി നെൽസന്റെ മരണം മാറ്റിനെ എത്രത്തോളം മാറ്റും എന്നതാണ് ഇതിലെ പ്രധാന ചോദ്യം. നിയമത്തിൽ വിശ്വസിച്ചിരുന്ന മാറ്റ് ഇനി ഫ്രാങ്ക് കാസലിനെ പോലെ ഒരു കൊലയാളിയാകുമോ? അതോ തൻ്റെ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ഫിസ്കിനെ നിയമപരമായി നേരിടുമോ? വരാനിരിക്കുന്ന സീസണിൽ മ്യൂസ് എന്ന വില്ലനായിരിക്കും പ്രധാന ഭീഷണി. തൻ്റെ ചോര കൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കുന്ന ഈ സൈക്കോപതി കില്ലറെ തടയാൻ ഡെയർഡെവിളും പണിഷറും ഒന്നിക്കേണ്ടി വരും. മാത്രമല്ല മേയർ ഫിസ്കിൻ്റെ അധികാരം തകർക്കാൻ മാറ്റ് മർഡോക്കിന് രാഷ്ട്രീയമായ നീക്കങ്ങൾ നടത്തേണ്ടി വരും. വനേസ ഫിസ്കിൻ്റെ തിരിച്ചുവരവ് ഫിസ്കിന് കൂടുതൽ കരുത്ത് നൽകുന്നുണ്ടെങ്കിലും അവൾ തന്നെയായിരിക്കും അവൻ്റെ തകർച്ചയ്ക്കും കാരണമാവുക. സ്പൈഡർമാൻ ഈ സീരീസിൽ ഒരു ക്യാമിയോ റോൾ ചെയ്യുമോ എന്ന കാര്യത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. കാരണം സ്പൈഡർമാനും ഡെയർഡെവിളും ഒന്നിച്ചാൽ മാത്രമേ ഫിസ്കിൻ്റെ ആൻറ്റി വിജിലാൻറ്റിയിൽ നിയമത്തെ തകർക്കാൻ സാധിക്കൂ. ന്യൂയോർക്ക് നഗരം വലിയൊരു സിവിൽ വാറിലേക്ക് നീങ്ങുകയാണ്. മാറ്റ് മർഡോക്കിന് ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം ലളിതമാണ്. വീഴുമ്പോഴല്ല, വീണെടുത്തു നിന്നും എഴുന്നേൽക്കാതിരിക്കുമ്പോഴാണ് ഒരാൾ പരാജയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ കഥയ്ക്ക് ബോൺ അഗെയിൻ അഥവാ പുനർജന്മം എന്ന പേര് നൽകിയിരിക്കുന്നത് പോലും. എത്ര തവണ തകർക്കപ്പെട്ടാലും എത്ര പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടാലും നീതിക്ക് വേണ്ടി പോരാടാൻ മാറ്റ് മർഡോക്ക് വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ഡെയർഡെവിൾ ബോൺ അഗെയിൻ സീസൺ 2 എക്സ്പ്ലനേഷൻ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ബാക്കിയുള്ള വിവരങ്ങളും കാര്യങ്ങളുമൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പോൾ പുതിയ കാഴ്ചകളുമായി സീ യു സൂൺ ലവ്ലീസ്. ടേക്ക് കെയർ.